ഡിയർ ഫ്രണ്ട്സ്, SSLC +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള ഉപരിപഠന സാധ്യതകളെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പലപ്പോഴും പല രക്ഷിതാക്കളും നേരിട്ടും ഫോണിൽ വിളിച്ചും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവരുടെ മക്കളുടെ ഉപരിപഠന സാധ്യതകളെക്കുറിച്ച്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവെ SSLC കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ 3 ചോയ്സുകളാണുള്ളത്: സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇതിൽ സയൻസ് എന്ന അടിസ്ഥാന ശാസ്ത്ര വിഷയവും ഹ്യൂമാനിറ്റീസ് എന്ന മാനവിക വിഷയവും സ്കൂൾ തലങ്ങളിൽ തന്നെ വിദ്യാർത്ഥികൾ പരിചയപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായി കൊമേഴ്സ് എന്ന സ്ട്രീം, അത് തികച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വിഷയമാണ്. സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടാത്ത മേഖലയാണ് കൊമേഴ്സ് എന്ന് പറയുന്ന സ്ട്രീമിൽ പഠിക്കാനുള്ളത്. കച്ചവടവുമായി ബന്ധപ്പെട്ട, കച്ചവട കണക്ക് സൂക്ഷിക്കലുമായി ബന്ധപ്പെട്ട, അതേപോലെ കച്ചവടം നടത്താൻ ആവശ്യമായ മറ്റ് സൗകര്യങ്ങളും കച്ചവടത്തിൻ്റെ സാധ്യതകളും വലിയൊരു വിശാലമായ ഒരു വിഷയമാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ പറയാറുള്ളത് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് എന്നാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ട, കച്ചവടം സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ആവശ്യമായ മറ്റ് സൗകര്യങ്ങളും ഒക്കെയാണ് കൊമേഴ്സ് എന്ന സബ്ജക്റ്റിൻ്റെ പരിധിയിൽ വരുന്നത്. അങ്ങനെ പറയുമ്പോൾ ബാങ്കിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, വെയർഹൗസിംഗ്, ഇങ്ങനെ വിശാലമായ ഒരു മേഖലയാണ് കൊമേഴ്സ്. ബിസിനസ്സിൻ്റെ കണക്ക് സൂക്ഷിക്കലുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിംഗ് എന്ന വലിയ ഒരു മേഖല തന്നെ കൊമേഴ്സിൽ പഠിക്കാനുണ്ട്. അക്കൗണ്ടിങ് തന്നെ പല തരത്തിലാണ്. അടിസ്ഥാനപരമായി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ്, അതേപോലെ തീരുമാനമെടുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഒരുപാട് പഠിക്കാനുള്ളതും വിശാലമായതുമായ ഒരു മേഖലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതേപോലെ ബിസിനസ് വരുമാനമുണ്ടാക്കുമ്പോൾ അതിന് നികുതി കൊടുക്കേണ്ടി വരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ നികുതിയെക്കുറിച്ചും പരോക്ഷ നികുതിയെക്കുറിച്ചും വിശാലമായി പഠിക്കാനുണ്ടാകും. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സോഷ്യൽ കോണ്ടാക്റ്റുകളും ബന്ധങ്ങളും വെച്ച് പുലർത്തേണ്ട ഒരു മേഖലയാണ്. തൊഴിലാളികളെ മാനേജ് ചെയ്യണം, സമൂഹത്തെ മാനേജ് ചെയ്യണം, കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യണം. വലിയൊരു വിശാലമായ മേഖലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളും ബിസിനസ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് മാനേജ്മെൻറ്റ് വിഷയങ്ങളും കൊമേഴ്സ് സ്റ്റുഡൻറ്റിൻ്റെ മുമ്പിൽ പഠിക്കാനുണ്ടായിരിക്കും. ഇങ്ങനെ വിശാലമായ ഒരു പഠന മേഖലയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും പല രക്ഷിതാക്കളും ചോദിക്കാറുള്ളതാണ് കൊമേഴ്സ് പഠിച്ചാലുള്ള ജോലി സാധ്യതകളെക്കുറിച്ചും കൊമേഴ്സ് പഠന മേഖലയെക്കുറിച്ചും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ കൊമേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോലി സാധ്യതകളെക്കുറിച്ചും കൊമേഴ്സ്
സ്റ്റുഡൻസിന് എത്തിപ്പെടാൻ കഴിയുന്ന പ്രൊഫഷനുകളെക്കുറിച്ചും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഡൊമസ്റ്റിക് ട്രേഡ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്, ആഭ്യന്തര കച്ചവടവും വിദേശ കച്ചവടവും ഒരുമിക്കുന്ന ഈ ഒരു മേഖലയിൽ ഒരുപാട് തൊഴിൽ സാധ്യതകളുണ്ട്. ഫിനാൻസ്, HR, ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റിംഗ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഇങ്ങനെ ഒരുപാട് ജോലി സാധ്യതകളുള്ള, എണ്ണിയാൽ തീരാത്തത്രയും തൊഴിലവസരങ്ങളുള്ള ഒരു മേഖലയാണ് കൊമേഴ്സ് മേഖല. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ഇങ്ങനെ ഒരുപാട് പൊസിഷനുകളിൽ എത്തിച്ചേരാൻ പറ്റുന്ന പഠന മേഖലയാണ് കൊമേഴ്സ് എന്നത്. ഈ വീഡിയോയിൽ അക്കൗണ്ടിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടതും മറ്റ് ചില ഉയരങ്ങളിലുള്ള ഒരു കൊമേഴ്സ് സ്റ്റുഡൻസിന് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ പ്രൊഫഷനുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കൊമേഴ്സും മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിഗ്രി PG കോഴ്സുകളുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ കോഴ്സുകളെക്കുറിച്ചാണ്. കൊമേഴ്സ് മെയിനായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് കമ്പനി സെക്രട്ടറി. CS എന്ന് നമ്മൾ ചുരുക്കിയിട്ട് പറയും. അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. അത് ഏത് സ്ട്രീമിൽ പഠിച്ച ആളായാലും എലിജിബിളാണ്. സയൻസുകാരനും ഹ്യൂമാനിറ്റീസുകാരനും ഒക്കെ എലിജിബിളാണ്. ഈ കോഴ്സിൻ്റെ ഘടന എന്ന് പറയുന്നത് 3 സ്റ്റേജുകളാണ്. ഫസ്റ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാം, അതിനുശേഷം എക്സിക്യൂട്ടീവ് പ്രോഗ്രാം, അതിനുശേഷം പ്രൊഫഷണൽ പ്രോഗ്രാം. ഇങ്ങനെയാണ് കോഴ്സിൻ്റെ ഘടന. എന്നാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യേണ്ടതില്ല. ഇവിടെ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻ ആർട്സ് ഒഴികെയുള്ള എല്ലാ ഗ്രാജുവേഷനും പെടും. BA ഇംഗ്ലീഷ് കഴിഞ്ഞ ആൾ, BA എക്കണോമിക്സ്, BA സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഇങ്ങനെ ഏത് കോഴ്സ്, BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അങ്ങനെ ഏത് കോഴ്സ് കഴിഞ്ഞ ആൾക്കും, ഏത് സ്ട്രീമിൽ ഡിഗ്രി എടുത്ത ആൾക്കും എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫൈൻ ആർട്സ് പെടുന്നില്ല. മൂന്നാം ഘട്ടമായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് പ്രോഗ്രാം വിജയകരമായി കംപ്ലീറ്റ് ചെയ്യലാണ്. അതിൽ പറയപ്പെട്ട പേപ്പറുകളൊക്കെ എഴുതിയെടുത്ത് പാസ്സാവുന്നുള്ളതാണ്. CS-ൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്പൺ ത്രൂ ഔട്ട് ദ ഇയർ. എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാം. എക്സാം ഉണ്ടാവുന്നത് ട്വൈസ് ഇൻ എ ഇയർ ആണ്. വർഷത്തിൽ 2 പ്രാവശ്യം, ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും. എല്ലാ വർഷവും ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും എക്സാം ഉണ്ടായിരിക്കും. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കട്ട് ഓഫ് ഡേറ്റുകൾ. ഈ ഫൗണ്ടേഷന് അതേപോലെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിനൊക്കെ അപേക്ഷിക്കുമ്പോഴുള്ള ഡേറ്റുകൾ അതൊക്കെ ഫിക്സഡ് ആണ്. ഒരു കട്ട് ഓഫ് ഡേറ്റ് ആണ്. എല്ലാ വർഷവും സെയിം ഡേറ്റ് ആണ്. അതായത് ഡിസംബർ എക്സാമിന് അപേക്ഷിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വർഷം തന്നെ മാർച്ച് 31 മുമ്പ്, ഓൺ ഓർ ബിഫോർ 31 മാർച്ച് അപേക്ഷിച്ചിരിക്കണം. അതേപോലെ ജൂൺ എക്സാമാണ് എഴുതുന്നതെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷത്തെ 30th സെപ്റ്റംബർ, ഓൺ ഓർ ബിഫോർ 30th സെപ്റ്റംബർ
സെപ്റ്റംബർ 30 മുമ്പേ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ഇനി എക്സിക്യൂട്ടീവ് പ്രോഗ്രാം ആണെങ്കിൽ അവിടെ മൊഡ്യൂളുകൾ ആയിട്ടാണ് എക്സാം. അതായത് സിലബസിൽ മൊഡ്യൂളുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കുറച്ച് പേപ്പറുകൾ ഒരു ഗ്രൂപ്പിൽ പെടുത്തും. അങ്ങനെ മൊഡ്യൂളുകളായിട്ടും എക്സാം എഴുതാനുള്ള അവസരമുണ്ട്. അപ്പോൾ കട്ട് ഓഫ് ഡേറ്റ് പറയുമ്പോൾ ഡിസംബർ മാസത്തെ എക്സാമാണ് എഴുതുന്നതെങ്കിൽ, ഡിസംബർ ടേമിലെ എക്സാമാണ് എഴുതുന്നതെങ്കിൽ 2 മൊഡ്യൂളും എഴുതുന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 28 മുമ്പേ അപേക്ഷ സമർപ്പിച്ചിരിക്കണം. അതേപോലെ ഡിസംബറിൽ സിംഗിൾ മൊഡ്യൂൾ മാത്രമേ എഴുതുന്നുള്ളൂ എങ്കിൽ, അതിന് മാത്രമേ അപ്പിയർ ചെയ്യുന്നുള്ളൂ എങ്കിൽ മെയ് 31 വരെ സമയമുണ്ട്. ആ വർഷം തന്നെ മെയ് 31 മുമ്പ് അപേക്ഷിച്ചാൽ മതി. ഇനി ജൂൺ എക്സാമാണ് എഴുതുന്നതെങ്കിൽ, ബോത്ത് മൊഡ്യൂൾസ് ആണെങ്കിൽ 31 ഓഗസ്റ്റാണ് കട്ട് ഓഫ് ഡേറ്റ്. നെക്സ്റ്റ് ഇയറിലെ ജൂണിൽ ആണ് എഴുതുന്നതെങ്കിൽ, സിംഗിൾ മൊഡ്യൂൾ ആണെങ്കിൽ 30 നവംബർ വരെ സമയമുണ്ട്. ഓക്കെ, ഇതാണ് കട്ട് ഓഫ് ഡേറ്റിൻ്റെ കാര്യം. ഇനി സബ്ജക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, പഠിക്കാനുള്ള വിഷയങ്ങൾ, കോഴ്സ് കവർ ചെയ്യുന്ന സിലബസ് ഡീറ്റെയിൽഡ് അല്ലാത്ത രീതിയിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഫൗണ്ടേഷൻ വളരെ സിമ്പിളാണ്. 4 പേപ്പറുകളാണ് ഉണ്ടാവുക. ഏതാണെന്നുള്ള പരിചയപ്പെടുത്താം. അതേപോലെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം എന്ന് പറയുന്നത് 2 മൊഡ്യൂളുകളായിട്ടാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ 4 പേപ്പറും സെക്കൻഡ് മൊഡ്യൂളിൽ 3 പേപ്പറുമാണ്. പിന്നെ പ്രൊഫഷണൽ കോഴ്സിന് 3 മൊഡ്യൂളുകളായിട്ടായിരിക്കും. വിശദമായ രീതിയിൽ പേപ്പറിൻ്റെ എണ്ണവും ഒക്കെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കോഴ്സിൻ്റെ ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കോഴ്സ് 8 മാസമാണ്, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം 9 മാസവും പ്രൊഫഷണൽ കോഴ്സ് 10 മാസമാണ്. ഈ 8 മന്ത്സ് 9 മന്ത്സ് 10 മന്ത്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? രജിസ്ട്രേഷന് ശേഷം, അഡ്മിഷന് ശേഷം മിനിമം ഇത്ര ടൈം കഴിഞ്ഞിരിക്കണം എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ. ഒരാൾ ഫൗണ്ടേഷൻ കോഴ്സിന് അപേക്ഷിച്ചിട്ട് 8 മാസം കഴിഞ്ഞ് മാത്രമേ ഫൗണ്ടേഷൻ എക്സാം എഴുതാൻ പറ്റൂ. അതേപോലെ എക്സിക്യൂട്ടീവ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് 9 മന്ത്സ് കഴിഞ്ഞാൽ മാത്രമേ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അപേക്ഷ കൊടുക്കണമെങ്കിൽ 9 മന്ത്സ് മിനിമം പീരീഡ് കവർ ചെയ്യണം. അതാണ് ഡ്യൂറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫീ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഫൗണ്ടേഷന് 3600 ആണ്, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം 7000, പ്രൊഫഷണൽ പ്രോഗ്രാം 12000. ഇങ്ങനെയാണ് കോഴ്സ് ഫീ. ഇനി എക്സാം ഫീ ആണെങ്കിൽ 875 ഫൗണ്ടേഷൻ കോഴ്സ്, എക്സിക്യൂട്ടീവ് പ്രോഗ്രാം 900, പ്രൊഫഷണൽ പ്രോഗ്രാം 750. ഇങ്ങനെയാണ് എക്സാം ഫീ വരുന്നത്. ക്വാളിഫയിങ് മാർക്സ്, പാസിംഗ് ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ, ഇത്ര മാർക്ക് കിട്ടിയാലാണ് പാസ്സാവുക എന്നുള്ള. അതായത് ഓരോ പേപ്പറിലും 40% മാർക്ക് വേണം. 40 മാർക്സ് ഔട്ട് ഓഫ് 100. ഇനി അഗ്രിഗേറ്റ് 50% ആവുകയും വേണം. ഈ പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അഗ്രിഗേറ്റ് 50% വേണമെന്നുള്ളത്. ഇപ്പോൾ ഓരോ വിഷയത്തിലും 40% മാർക്കും എല്ലാ വിഷയവും കൂടി 50% മാർക്കും ഉണ്ടെങ്കിൽ മാത്രമേ കോഴ്സ് പാസ്സാവുകയുള്ളൂ. ഇനി ഈ CS കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്, ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ജോലി സാധ്യതകളുള്ളത്, അതേപോലെ എന്തൊക്കെയാണ് കരിയർ ഓപ്ഷൻസ്, നമ്മുടെ ജോലിയിൽ കയറിയാലുണ്ടാവുന്ന നമ്മുടെ ഡെസിഗ്നേഷൻ, നമ്മുടെ പൊസിഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്.
അതേപോലെ പല ആളുകളും ചോദിക്കുന്ന വിഷയമാണ് സാലറി എത്രയുണ്ടാവും. ഇറ്റ് ഈസ് നെഗോഷ്യബിൾ. സാലറി നമുക്ക് ഫിക്സഡ് ആയിട്ട് പറയാൻ കഴിയില്ല. ബേസ്ഡ് ഓൺ യുവർ ടാലൻറ്റ് ആൻഡ് സ്കിൽ എന്നൊക്കെ പറയാൻ പറ്റും. നെഗോഷ്യബിളാണ്. ഒരു ആവറേജ് സാലറി പറയുകയാണെങ്കിൽ 3 to 5 lakhs പെർ ആനം. ഒരു വർഷത്തിൽ 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയൊക്കെ വരുമാനമുള്ളൊരു മേഖലയാണ്. ഇന്ത്യൻ റുപ്പീസാണ് പറഞ്ഞത്, INR ആണ് പറഞ്ഞത്. വിദേശങ്ങളിൽ ഇതിലും കൂടുതലും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് CS കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഘടന, അതിൻ്റെ ഡീറ്റെയിൽസ്. ഇനി രണ്ടാമതായിട്ട് കൊമേഴ്സ് സ്റ്റുഡൻസിന് എത്തിപ്പെടാൻ പറ്റുന്ന മറ്റൊരു ഉന്നതമായ മേഖലയാണ്, പ്രൊഫഷനാണ് CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി. ഇവിടെ കോഴ്സിൻ്റെ ഘടന എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ 3 ഘടനയാണ്. ഫൗണ്ടേഷൻ്റെ എലിജിബിലിറ്റി +2 ആണ്. CS-ൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഏത് +2 കഴിഞ്ഞ ആളുകൾക്കും ഏത് സ്ട്രീമിൽ പഠിച്ച ആളുകൾക്കും ഫൗണ്ടേഷൻ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ എക്സാമിൻ്റെ ടേം എന്ന് പറയുന്നത് നവംബർ ആൻഡ് മെയ് ആണ്. വർഷത്തിൽ 2 പ്രാവശ്യം എക്സാം ഉണ്ടായിരിക്കും, നവംബർ മാസത്തിലും മെയ് മാസത്തിലും. അപ്പോൾ അപേക്ഷ എന്ന് പറയുന്നത് കട്ട് ഓഫ് ഡേറ്റ് നവംബർ എക്സാം എഴുതാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഷുഡ് ബി സബ്മിറ്റഡ് ഓൺ ഓർ ബിഫോർ 30th June. ഫോർ മെയ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ മസ്റ്റ് ബി സബ്മിറ്റഡ് ഓൺ ഓർ ബിഫോർ 31st December. നവംബർ എക്സാമിന് അപേക്ഷിക്കാനുള്ള ഡേറ്റ് 30 June. മെയ് എക്സാമിന് അപേക്ഷിക്കാനുള്ളത് December 31. ഇനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ സൈറ്റ് അഡ്രസ്സ് ICAI.org എന്നാണ്. www.icai.org. ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ കോഴ്സ് രജിസ്ട്രേഷൻ ഫോംസ് എന്ന ടാബ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റുഡൻസ് ടാബ് എന്ന ഐക്കൺ വരും. അതിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഫീ അടക്കേണ്ടത് ഓൺലൈനാണ്, യൂസിങ് പേയ്മെൻറ്റ് ഗേറ്റ്വേ. ഓൺലൈനായിട്ട് ഫീസ് അടക്കുക, എന്നിട്ട് പ്രിൻ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ, ഓൺലൈൻ ആപ്ലിക്കേഷൻ വിത്തിൻ 7 days, നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ട് 7 ദിവസത്തിനുള്ളിൽ നമ്മൾ റീജിയണൽ ഓഫീസിലേക്ക് എത്തിക്കണം. റീജിയണൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ, കേരളൈറ്റ്സാണ് അപേക്ഷകനെങ്കിൽ റീജിയണൽ ഓഫീസ് വരെ ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈ റീജിയണൽ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം 7 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ്. ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ സമർപ്പിച്ച അതിൻ്റെ കോപ്പി, അതിൻ്റെ ആ ഒരു ഫോം ഡ്യൂലി സൈൻഡ് പ്രിൻ്റ് ഔട്ട്. പിന്നെ +2 മാർക്ക് ലിസ്റ്റിൻ്റെ അറ്റസ്റ്റഡ് കോപ്പി, SSLC മാർക്ക് ലിസ്റ്റ്, SSLCയും വേണം. അത് നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് SSLCയും കൂടെ വേണം. പിന്നെ ഒരു റീസെൻ്റ് കളർ ഫോട്ടോഗ്രാഫാണ്. അത് നമ്മുടെ അപേക്ഷയുടെ മുകളിൽ ഫിക്സ് ചെയ്താൽ മതി. ഈ കാര്യങ്ങൾ നമ്മൾ റീജിയണൽ ഓഫീസിലേക്ക് അയക്കാം 7 ദിവസത്തിനുള്ളിൽ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്.
പിന്നെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ സിലബസ് പറയുകയാണെങ്കിൽ സിലബസ് ഡീറ്റെയിൽഡ് അല്ല. ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളതെന്ന് പറഞ്ഞാൽ 4 പേപ്പേഴ്സാണ്. അതിൻ്റെ ഇൻഫർമേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 4 വിഷയങ്ങളിൽ പേപ്പർ 3 ആൻഡ് 4 ലാസ്റ്റ് 2 വിഷയങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആയിരിക്കും, നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കും. ഈ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് ഒട്ടുമിക്ക പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഉള്ള അതേ രീതി തന്നെയാണ് CAയും ഫോളോ ചെയ്യുന്നത്. 40% ഈച്ച് ആൻഡ് 50% അഗ്രിഗേറ്റ്. ഇനി ഫീസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഫീസ് 9,800 ആണ്. അതിൽ പ്രോസ്പെക്ടസിന് 200, രജിസ്ട്രേഷൻ ഫീ ആണ് 9,000, പിന്നെ സബ്സ്ക്രിപ്ഷൻ ഫോർ സ്റ്റുഡൻസ് ജേണൽ 200, സബ്സ്ക്രിപ്ഷൻ ഫോർ മെമ്പേഴ്സ് ജേണൽ 400. ഈ പബ്ലിക്കേഷനൊക്കെ ഉണ്ടാവുമല്ലോ, സ്റ്റുഡൻസിനും മെമ്പേഴ്സിനും ഒക്കെ പബ്ലിക്കേഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ജേണൽ, അതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഫണ്ടുകൾ വാങ്ങിക്കുന്നതാണ്. അങ്ങനെ ടോട്ടൽ 9,800 ഫൗണ്ടേഷൻ കോഴ്സിന് ഫീസായിട്ട് വരും. പിന്നെ നേരത്തെ ഞാൻ ഡോക്യുമെൻറ്റ് ടു ബി സബ്മിറ്റഡ് പറഞ്ഞല്ലോ, അവിടെ നിങ്ങൾ ഒരു സ്പെഷ്യൽ കാറ്റഗറി പെടുന്ന ആളാണെങ്കിൽ, അതായത് SC ST OBC ഇങ്ങനെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ അപേക്ഷയുടെ കൂടെ അയക്കേണ്ടി വരും. ഓക്കെ. ഇനി ഇൻ്റർമീഡിയറ്റ് കോഴ്സാണ്. അതിൻ്റെ എലിജിബിലിറ്റി ഫൗണ്ടേഷൻ കോഴ്സ് പാസ്സാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് ഡിഗ്രി ഉണ്ടായാലും മതി. ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 55% കുറയാത്ത കൊമേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് അപേക്ഷിക്കാൻ എലിജിബിളാണ്. കൊമേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോൾ BCom ആണ്. നമ്മൾ CS-ൻ്റെ കാര്യം പറഞ്ഞ പോലെയല്ല, CS-ൽ ഫൈൻ ആർട്സ് അല്ലാത്ത ഏത് ഡിഗ്രിക്കാരനും എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിന് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ CA ഇൻ്റർമീഡിയറ്റിന് അപേക്ഷിക്കാൻ വേണ്ടി കൊമേഴ്സ് ഡിഗ്രി തന്നെ വേണം, BCom വേണം. ഇവിടെ കോഴ്സിൽ സബ്ജക്റ്റുകൾ വരുന്നത് 2 ഗ്രൂപ്പായിട്ടാണ്. 2 ഗ്രൂപ്പുകളിലായിട്ട് 8 പേപ്പറാണ് ഇൻ്റർമീഡിയറ്റിന് പഠിക്കാനുള്ളത്, A, B സെക്ഷൻസ് ആയിട്ട്. സ്റ്റുഡൻസ് ക്യാൻ അറ്റൻഡ് ദ എക്സാം ഗ്രൂപ്പ് വൈസ് ഓർ ബോത്ത് ഗ്രൂപ്പ് ടുഗദർ. സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ ആയിട്ടും ഗ്രൂപ്പുകൾ ഒന്നിച്ചൊക്കെ എക്സാം എഴുതാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ള അവസരമുണ്ട്. അതേത് വേണമെങ്കിലും സൗകര്യത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെ സബ്ജക്റ്റുകൾ പൂർണ്ണമായിട്ട് ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, ഇത് ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ്റെ കാര്യം ഫൗണ്ടേഷൻ പോലെ തന്നെയാണ്. പിന്നെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്ട്രാ ഫൗണ്ടേഷൻ്റെ മാർക്ക് ലിസ്റ്റ് വേണം, അല്ലെങ്കിൽ ഡിഗ്രി വെച്ചിട്ടാണ് ഇൻ്റർമീഡിയറ്റിന് അപേക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റ്. ഫീസിൻ്റെ ഘടന എന്ന് പറയുന്നത് 18,000 ആണ്. ഇൻ്റർമീഡിയറ്റിനാണ് 18,000 ഫീസ്. അതിൽ രജിസ്ട്രേഷൻ ഫീസ് 15,000, സ്റ്റുഡൻസ് ആക്ടിവിറ്റീസിൻ്റെ 2,000, ദെൻ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ഫീസാണ് 1,000. അങ്ങനെ ടോട്ടൽ 18,000 ഫീസ് വരും. പിന്നെ ഫൈനലാണ്. ഫൈനലിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇൻ്റർ പാസ്സാവുന്നതാണ്, അത് മസ്റ്റാണ്. ഇൻ്റർ പാസ്സായ ആൾക്ക് മാത്രമേ ഫൈനലിന് എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. 22,000 ആണ് ഫീസ്. ഫൈനലിൻ്റെ ഫീസ് 22,000 ആണ്. പിന്നെ 3 years ഓഫ് ആർട്ടിക്കിൾ ട്രെയിനിങ് മസ്റ്റാണ്. CAയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 3 years ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് മസ്റ്റാണ് എന്നുള്ള കാര്യവും ഓർമ്മിക്കുക. ഇൻ്റർമീഡിയറ്റ് പാസ്സായ ആളുകൾക്കാണ് ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ്ങിന് അവസരം ഉണ്ടാവുക. അത് 3 years ആണ്. ഒരു CAക്കാരൻ്റെ അണ്ടറിൽ ട്രെയിൻ ചെയ്യലാണ്, പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ ഇവിടെ അതിന് ഇളവുണ്ടാവില്ല. CAൻ്റെ കാര്യത്തിൽ 3 years മസ്റ്റാണ്. ചില അവസരങ്ങളിൽ നേരത്തെയും ചാൻസ് കൊടുക്കാറുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവ് എക്സാം എഴുതുന്നതിന് മുമ്പും അവസരങ്ങൾ കൊടുക്കാറുണ്ട്. പൊതുവേ എക്സിക്യൂട്ടീവ് അല്ല, ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ്ങിന് പോകാനുള്ള ചാൻസ് ഉള്ളത്. ഇനി മൂന്നാമതായിട്ട് കൊമേഴ്സ് മേഖലയിലുള്ള മറ്റൊരു പ്രൊഫഷണൽ കോഴ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ICWA അല്ലെങ്കിൽ CMA. പല കുട്ടികളും ചോദിക്കാറുള്ള ഒരു നിഷ്കളങ്കമായ ചോദ്യമാണ്, സാറേ ICWA ആണോ CMA ആണോ ബെറ്റർ? യഥാർത്ഥത്തിൽ അവരോട് ഞാൻ മറുപടി പറയാറുള്ളത്, ICWA എന്ന് പറയുന്നത് CMAയുടെ പഴയ പേരാണ്, അല്ലെങ്കിൽ CMA is the new name of ICWA. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം നിലവിൽ CMA എന്നാണ് അറിയപ്പെടുന്നത്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ആണ്. കോഴ്സിൻ്റെ സ്ട്രക്ചർ CA കോഴ്സിൻ്റെ സ്ട്രക്ചർ പോലെ തന്നെ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും ഫൈനലുമാണ്. ഇവിടെ ഫീസ് വരുന്നത് ഫൗണ്ടേഷന് 4000, ഇൻ്റർമീഡിയറ്റ് 20,000, ഫൈനൽ 17,000. ഫൗണ്ടേഷൻ്റെ ഫീസും ഫൈനലിൻ്റെ ഫീസും ഒന്നിച്ച് തന്നെ അടക്കണം. എന്നാൽ ഇൻ്റർമീഡിയറ്റിൻ്റെ 20,000 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചാലും മതിയാവും. 12,000 എൻറോൾമെൻറ്റ് സമയത്തും 8,000 പിന്നീടും ആവാം. ഈ ഫൗണ്ടേഷൻ്റെ ഡേറ്റുകൾ, കട്ട് ഓഫ് ഡേറ്റുകൾ, എക്സാം വരുന്നത് ജൂണും ഡിസംബറും ആണ്. ജൂൺ മാസം ഡിസംബർ മാസമാണ് ട്വൈസ് ഇൻ എ ഇയർ എക്സാം വരുന്നത്. ജൂൺ എക്സാമിന് അപേക്ഷിക്കാൻ വേണ്ടി ഉള്ള കട്ട് ഓഫ് ഡേറ്റാണ് 31 ജനുവരി. ഡിസംബർ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള കട്ട് ഓഫ് ഡേറ്റാണ് 31 ജൂലൈ. സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, അവിടെ ശ്രദ്ധിക്കുക. ഇവിടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സുകൾ SSLCയുടെയും +2ൻ്റെയും അറ്റസ്റ്റഡ് കോപ്പീസ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, 3 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ്, 3 ഫോട്ടോ വേണ്ടി വരും. ഒന്ന് നമ്മുടെ ഓൺലൈൻ അപേക്ഷയിൽ ഉള്ളത്, ബാക്കി എക്സ്ട്രാ 2 എണ്ണം. നമ്മൾ CAയിൽ ആർട്ടിക്കിൾഷിപ്പ് പറഞ്ഞല്ലോ, 3 years ആർട്ടിക്കിൾഷിപ്പ് മസ്റ്റാണെന്നുള്ള. പക്ഷെ ഇവിടെ ആ ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് മസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. ഭാവിയിൽ ഒരാൾ CMA ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവർക്ക് ആർട്ടിക്കിൾഷിപ്പ് ഒഴിവാക്കി കൊടുക്കും. ഇപ്പോൾ മറ്റ് ജോലി എടുക്കുന്ന ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CMA. ആർട്ടിക്കിൾഷിപ്പ് മസ്റ്റല്ല, CA പോലെ അത്ര കമ്പൽസറി അല്ല. എങ്കിലും ആർട്ടിക്കിൾഷിപ്പ് വേണം. CMA ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾഷിപ്പ് വേണം. ഒരു 6 months പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്, അത് കമ്പൽസറിയാണ്. ഫോർ അപ്പിയറിംഗ് ഫൈനൽ എക്സാം 6 months പ്രാക്ടിക്കൽ ട്രെയിനിങ് ഈസ് കമ്പൽസറി. CMA ഫൈനൽ എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ 6 months ട്രെയിനിങ് ഉണ്ടായിരിക്കണം. പക്ഷേ CA പോലെ 3 years എന്നുള്ള ആ ഒരു ആർട്ടിക്കിൾഷിപ്പ് കമ്പൽസറി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, എങ്കിലും വേണം എന്നുള്ളതാണ്. ഇനി ഫൗണ്ടേഷന് ശേഷം വരുന്ന ഇൻ്ററാണ്. ഇൻ്ററിൻ്റെ എലിജിബിലിറ്റി ഫൗണ്ടേഷൻ പാസ്സാണ്. അതേപോലെ ഗ്രാജുവേറ്റ്സിനും ഇൻ്ററിന് അപ്ലൈ ചെയ്യാം. ഇവിടെയും നമ്മൾ CS-ൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെയാണ്, ഏത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം.
അതർ ദാൻ ഫൈൻ ആർട്സ് ഒഴികെയുള്ള എല്ലാ ഡിഗ്രിക്കാർക്കും BA-കാരനും BSc-കാരനും BBA-കാരനും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ കോഴ്സാണ് CMAയുടെ ഇൻ്റർമീഡിയറ്റ്. ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയറൊക്കെ ഫൗണ്ടേഷൻ്റെ പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ എക്സ്ട്രാ ആയിട്ട് വരിക ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കേണ്ടി വരും. പിന്നെ ആപ്ലിക്കേഷൻ ഡേറ്റ് ജൂൺ എക്സാം ആണെങ്കിൽ 31 ജനുവരി, ഡിസംബർ എക്സാം ആണെങ്കിൽ 31 ജൂലൈ. പിന്നെ അപ്ലൈ ചെയ്യേണ്ട എവിടെയാണ്, വേർ ടു അപ്ലൈ, അതിൻ്റെ റീജിയണൽ സെൻറ്റർ എന്ന് പറയുന്നത് സദേൺ ഇന്ത്യ റീജിയണൽ കൗൺസിലാണ്, ചെന്നൈ ആണ്. മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയാണ്. പിന്നെ ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ആയ ഫൈനൽ സ്റ്റേജാണ്. ഫൈനൽ എക്സാമിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 8 പേപ്പേഴ്സ് ഓഫ് ഇൻ്റർമീഡിയറ്റ് പാസ്സാവലാണ്. സബ്ജക്റ്റുകൾ ഇവിടെ പരിചയപ്പെടുത്താം. പിന്നെ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള അതേ ക്രൈറ്റീരിയ തന്നെയാണ്. 40% ഓരോ വിഷയത്തിലും, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ 50%, മോറോവർ അഗ്രിഗേറ്റ് 50%. ഓരോ വിഷയത്തിലും 40%, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ 50%, അഗ്രിഗേറ്റ് 50%. ഇതാണ് ക്രൈറ്റീരിയ. ഇനി ഒരാൾക്ക് ഒരു അറ്റംപ്റ്റിന് ഒരു പേപ്പറിൽ 60% മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ പേപ്പർ പിന്നെ എഴുതേണ്ടതില്ല, അതിന് വീണ്ടും അപ്പിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിലെ മാർക്കിനെ 50 മാർക്കായിട്ടാണ് പരിഗണിക്കുക. അതും കൂടെ അറിയേണ്ട കാര്യമാണ്. ഒരാൾക്ക് 75 മാർക്ക് ഔട്ട് ഓഫ് 100 കിട്ടിയെന്ന് വിചാരിക്കും. എന്നാൽ ആ ഒരു വിഷയത്തിന് അയാൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, വീണ്ടും അപ്പിയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിലെ മാർക്ക് 50 ആയിട്ടേ പരിഗണിക്കൂ ഇവിടെ അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇതാണ് CMA കോഴ്സിൻ്റെ അല്ലെങ്കിൽ ICWA കോഴ്സിൻ്റെ രൂപം. അപ്പോൾ അതും കൂടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വിദ്യാർത്ഥികൾ പലപ്പോഴും ചോദിക്കാറുള്ള ചില സംശയങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, ഈ CA കോഴ്സാണോ സാറേ CMA കോഴ്സാണോ നല്ലത്? അപ്പോൾ അവരുടെ ആ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയൂ. ഒരു ഒബ്ജക്റ്റീവ് ആൻസർ ഇല്ലാത്ത ഒരു ചോദ്യമാണത്. പൊതുവെ പറയാറ് CMA ഈസ് ഈസിയർ ദാൻ CA, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് മാറ്റർ. ഇതൊരു സബ്ജക്റ്റീവ് മാറ്ററാണ്. അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മളിപ്പോൾ സ്കൂളിൽ തന്നെ ആണെങ്കിൽ മാത്തമാറ്റിക്സിൽ A+ കിട്ടിയാൾക്ക് ഇംഗ്ലീഷിൽ A+ ഉണ്ടാവില്ല. എന്നാൽ ഇംഗ്ലീഷിൽ A+ കിട്ടിയ ആൾക്ക് മാത്തമാറ്റിക്സിൽ A+ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. ഇപ്പോൾ മാത്തമാറ്റിക്സ് ആണോ ഇംഗ്ലീഷാണോ എളുപ്പമെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? അതൊക്കെ പോലെ തന്നെയാണ്. ഇതൊരു സബ്ജക്റ്റീവ് മാറ്ററാണ്. എന്നാൽ പൊതുവെ ചില കാര്യങ്ങൾ പറയാൻ പറ്റും. അക്കൗണ്ടിങ്ങിൽ ഒരു അക്കൗണ്ടിങ് പ്രൊഫഷൻ വളരെ വിശാലമായിട്ട് പഠിക്കണം എന്നുള്ള താല്പര്യവും ദൃഢനിശ്ചയവും കഴിവൊക്കെ ഉള്ള ആളാകുമ്പോൾ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ ബെറ്റർ എന്ന് പറയുന്നത് CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി. പല കുട്ടികളും ചോദിക്കാറുള്ളത് ഇതിൻ്റെ സാലറി ഒക്കെ എങ്ങനെയാണെന്നുള്ള. ഇപ്പോൾ ഈ CMAക്കാർക്ക് ഫോറിൻ കൺട്രിയിൽ ഹൈ പേയ്മെൻ്റാണ്. വിദേശ രാജ്യങ്ങളിൽ CMAക്കാർക്ക് നല്ല ജോലി സാധ്യതയും സാലറി ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ CAക്കാർക്കാണ്. ഇന്ത്യയിൽ പരിഗണന കൂടുതലും അതേപോലെ സാലറി ഒക്കെ ഉള്ളത് CAക്കാണ്. പിന്നെ സിലബസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ CAയുടെ സിലബസാണ് കൂടുതൽ വരിക, CMAയുടെ കുറവാണ്. അതായത് CA ഒരു 100 ആണെങ്കിൽ CMA ഒരു 60 എന്ന് വേണമെങ്കിൽ പറയാം. അത്രയൊക്കെ സിലബസ് ഉണ്ടാവുള്ളൂ. അതേപോലെ CA ഈസ് ടോട്ടർ ദാൻ CMA. CA ആണ് കൂടുതൽ പഠിക്കാനും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആവാനൊക്കെ ഉള്ള അവസരം CAക്കാണ്.
CMA പ്രധാനമായിട്ടും പഠിപ്പിക്കപ്പെടുന്നത് കോസ്റ്റാണ്, കോസ്റ്റ് ആൻഡ് അക്കൗണ്ടൻസി. എന്നാൽ CA അതർ സബ്ജക്റ്റുകളും ഉണ്ടാവും, IT, ലോ, മാനേജ്മെൻറ്റ് സബ്ജക്ട്സ്, ഇങ്ങനെ മറ്റ് അക്കൗണ്ടൻസി അല്ലാത്ത വിഷയങ്ങൾ കൂടെ കടന്നു വരുന്ന ഒരു കോഴ്സാണ് CA കോഴ്സ്. എന്നാൽ പാസ് ഔട്ട് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിലോ കൂടുതൽ ആൾ പാസ്സാവുന്ന CA ആണ്. CMA കോഴ്സിനേക്കാളും പാസ് ഔട്ട് പെർസെൻറ്റേജ് CAക്കാണ്. അതൊരു നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് CAയും CMAയും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ പറ്റുക. പിന്നെ ചില ആൾ ചോദിക്കാറുണ്ട്, കോഴ്സിന് എൻറോൾമെൻറ്റ് ചെയ്യുന്നവരൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഈ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന സമയത്ത് CMAക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ആ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു CAക്കാരൻ്റെയോ അല്ലെങ്കിൽ CS-കാരൻ്റെയോ അണ്ടറിൽ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് നടത്താൻ പറ്റുമോ? അപ്പോൾ ഇല്ല എന്നുള്ളതാണ്, നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. CMAക്കാരൻ്റെ അണ്ടറിൽ തന്നെ ചെയ്യേണ്ടി വരും. പിന്നൊരു വിശകലനം നടത്തുകയാണെങ്കിൽ CS-ഉം CMAയും CAയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു വിശകലനം നടത്തുകയാണെങ്കിൽ ഈ കോഴ്സിൻ്റെ ഘടനയിൽ തിയറിയും പ്രാക്ടീസും ഉണ്ടാവുമല്ലോ. അപ്പോൾ CS കോഴ്സ് ആണെങ്കിൽ തിയറിക്കാണ് പ്രാധാന്യം, 70:30 ആണ്. 70% തിയറിയും 30% പ്രാക്ടീസുമാണ്. CMAക്ക് ഈക്വലാണ്, 50-50 ആണ്. തിയറി ആൻഡ് പ്രാക്ടീസ് ഈക്വൽ പ്രപ്പോർഷനിലാണ് വരിക. CA കോഴ്സ് മോർ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്, ലെസ് തിയറിറ്റിക്കലുമാണ്. അതിൽ കൃത്യമായൊരു പ്രപ്പോർഷനൊന്നും പറയപ്പെടുന്നില്ലെങ്കിലും ഫുള്ളി പ്രാക്ടിക്കലാണെന്ന് വേണേൽ പറയാം, ലെസ് തിയറിറ്റിക്കലാണ്. ഓക്കെ, ഇതൊക്കെയാണ് കൊമേഴ്സ് മേഖലയിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഉപരിപഠനത്തിന് ഒരുങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അത് ഉപകരിക്കും. യഥാസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. താങ്ക് യു ഫോർ ഓൾ.